സർജറി ചെയ്യണം. അത് പ്ലാസ്റ്റിക് സർജറിയാണ്. അപ്പോൾ തുടയിൽ നിന്ന് തൊലിയെടുത്തിട്ട് വേണം സർജറി ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് 5 ദിവസം കഴിയുമ്പോഴേ അഴിക്കുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ അത് 3 ദിവസം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി നേരത്തെ ഉടമ്പടി 21 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവേ ഇൻ്റെ ഒരു സർജറി ഇല്ലാതെ എൻ്റെ ജീവിത പങ്കാളിനെ ഇവിടെ നിന്ന് സുഖപ്പെടുത്തി വിടണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 തന്നെ അത് ഓപ്പൺ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇനി ഒരു സർജറിയുടെ ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ പേര് ഡെയ്സി ജോയി. ഞാൻ പെരുമ്പടപ്പ് സാന്റാക്രോസ് ഇടവകയിൽ നിന്ന് വരുന്നു. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവിന് ജപിച്ച ഒരു രോഗസൗഖ്യം പറയുന്നതിനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 2023 ജൂലൈ 1-ാം തീയതി എൻ്റെ ഭർത്താവിൻ്റെ കാലൊന്ന് പൊള്ളിയിട്ട് വൈകുന്നേരം സന്ധ്യക്കാണ് പൊള്ളിയത്. ഞങ്ങൾ അന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലിൽ മരുന്നൊക്കെ ഓയിൽമെൻറ്റൊക്കെ പുരട്ടി മരുന്നൊക്കെ തന്നു വിട്ട്. രാത്രി അപ്പോൾ ഭയങ്കര പുകച്ചിലും ഭയങ്കര വേദന കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. രാവിലെ ആയപ്പോൾ വേദന കുറഞ്ഞു, പക്ഷെ കാല് നല്ലപോലെ കുമിളച്ച് വൈകുന്നേരം അന്ന് രാത്രിയിൽ അത് ആ കുമിളയൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദനയായി. അങ്ങനെ അന്നും ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേദന കുറഞ്ഞില്ലെങ്കിൽ ഒരു സർജനെ കാണിക്കണമെന്ന് പറഞ്ഞ് സർജനെ കാണിച്ചപ്പോൾ സർജൻ മുട്ടിൻ്റെ താഴോട്ട് കാൽപാദം വരെയുള്ള ആ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ അഡ്മിറ്റൊന്നും ചെയ്തില്ല, മരുന്ന് തന്നു വിട്ട്. പിന്നെ ഈ മുറിവ് കെട്ടിയും വെച്ചില്ല, തുറന്ന് തന്നെ വെച്ചേക്കായിരുന്നു. ഒരു 13 ദിവസത്തെ ചികിത്സ അവിടെ നടത്തിയിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാം ബെഡിൽ തന്നെയായിരുന്നു പോണത്. അങ്ങനെ ഞങ്ങൾ 14-ൻ്റെ അന്ന് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു പ്ലാസ്റ്റിക് സർജൻ ഡോക്ടറെ കണ്ട്. ആ സാറ് പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊള്ളി വിരിക്കണേണ്, അത് 2 സർജറി വേണ്ടി വരും, ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സർജറി ചെയ്തിട്ട് 5 ദിവസം കഴിയുമ്പോഴേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത സർജറി ചെയ്യണം. അത് പ്ലാസ്റ്റിക് സർജറിയാണ്. അപ്പോൾ തുടയിൽ നിന്ന് തൊലിയെടുത്തിട്ട് വേണം സർജറി ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് 5 ദിവസം കഴിയുമ്പോഴേ അഴിക്കുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ അത് 3 ദിവസം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നേരത്തെ ഉടമ്പടി 21 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവേ ഇൻ്റെ ഒരു സർജറി ഇല്ലാതെ എൻ്റെ ജീവിത പങ്കാളിനെ ഇവിടെ നിന്ന് സുഖപ്പെടുത്തി വിടണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 തന്നെ അത് ഓപ്പൺ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇനി ഒരു സർജറിയുടെ ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പിന്നെ അത് അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ അതുകൂടാതെ എൻ്റെ ജീവിത പങ്കാളി കുമ്പസാരിക്കുന്നില്ലായിരുന്നു. പള്ളിയിൽ ഞായറാഴ്ചയും പോകും, കുർബാന സ്വീകരിക്കുകയില്ല. കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ അവിടെ കുർബാന നടക്കുമ്പോൾ സിസ്റ്റർ വന്നിച്ച് ചോദിക്കും കുർബാന സ്വീകരിക്കേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞ് കുമ്പസാരിക്കാത്തത് കൊണ്ടാണ് കുർബാന സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞിട്ട് 3-ാം ദിവസം അച്ഛൻ വന്ന് കുമ്പസാരിപ്പിച്ചിട്ട് കുർബാന കൊടുത്ത് അന്ന് തുടങ്ങിയപ്പോൾ എല്ലാ ഞായറാഴ്ചയും കുർബാന സ്വീകരിക്കുന്നുണ്ട്. അതും ഒരു മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ആണ് ഞാൻ കരുതുന്നത്. അമ്മയ്ക്കും തിരുമുകാരും 1000 കോടി നന്ദി പറയുന്നതിന്. കൂടാതെ ഞാൻ 2021 ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഈ മാതാവിൻ്റെ പ്രാർത്ഥനയും ഇതൊക്കെ യൂട്യൂബിൽ കാണാനും അച്ഛൻ്റെ ടോക്കൊക്കെ എപ്പോഴും കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നിയോഗങ്ങളൊന്നും എനിക്ക് നടന്നില്ല. പക്ഷേ ഞാൻ 2016, 2017, 2018 3 വർഷം മുട്ടിച്ച് അഖണ്ഡജപമാലയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10-15 വർഷമായതാണ് തലവേദന വന്നിട്ട്. ഞാൻ എല്ലാ ദിവസവും ഓരോ ഗുളിക രാവിലെയും കഴിക്കും, ഭക്ഷണത്തിന് ശേഷം ഒരെണ്ണം രാത്രിയിലും കഴിക്കുമായിരുന്നു. എന്നാലും എനിക്ക് രാവിലെ എന്നിട്ടാലേ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ അത് ഈ
ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കത് വെളിവാക്കപ്പെട്ടത്. എന്താ വെച്ചാൽ പിന്നെ ഞാൻ ആ ഗുളികയും കഴിക്കാൻ എനിക്ക് തലവേദനയും വന്നില്ല. അതുപോലെ ചുമ വരുമായിരുന്നു. ചുമക്കണമെന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ പറ്റില്ല. കിടക്കണമെങ്കിൽ ഞാൻ ഒരു ചിരട്ടയിൽ മണ്ണൊക്കെ വെച്ച് ആണ് കിടക്കണത്. തല താഴത്തോട്ട് നിലങ്ങളിൽ വെച്ച് അപ്പം ചുമക്കും. അങ്ങനെ ഞാൻ കിടന്ന് ആ ചുമ എനിക്ക് മാറിക്കിട്ടി. പിന്നെ അറിയാതെ യൂറിൻ പോണ ഇതുണ്ടായിരുന്നു. അത് 3 അസുഖങ്ങൾ 3 വർഷം കൊണ്ട് എനിക്ക് അന്നേരം ഇവിടെ നിയോഗം ഉണ്ടെന്നാൽ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാലും എനിക്ക് അത് നിയോഗത്തിനൊന്നും വെക്കാണ്ട് തന്നെ ആ അസുഖങ്ങളെല്ലാം എനിക്ക് മാറിക്കിട്ടി. അതിവിടെ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അത് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ. പിന്നെ എൻ്റെ മകളുടെ മോൾക്ക് 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാമിന് ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്തു വിട്ടിരുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് രൂപം നഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന്, അപ്പോൾ അവിടെ ക്ലാസ്സിൽ വെച്ച് എന്നെ നോക്കിയിട്ട് കിട്ടിയില്ല. വീട്ടിൽ വന്നതിന് ശേഷം കുച്ചി ബാത്റൂമിൽ പോയി മേല് കഴിയിട്ടും തലമുടി ഒന്ന് കുടഞ്ഞപ്പോഴും കാശ് രൂപം താഴെ വീണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഈ സാക്ഷ്യം കൂടി നമ്മ ഒന്ന് പറയണേ. പിന്നെ ആ പരീക്ഷയ്ക്ക് കൊച്ചൊന്നും എഴുതിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ 50ൽ 46 മാർക്കും ആ ടെസ്റ്റിനൊക്കെ കിട്ടുകയും ചെയ്തു. അതിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് 85.5% ഇതിലാണ് ജയിച്ചത്. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ അവിടെ രോഗികളായ ആൾക്ക് പൈസയായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ കൊടുക്കും. പിന്നെ രോഗികളെയൊക്കെ പോയി കാണാറുണ്ട്. പ്രാർത്ഥന ചെയ്ത ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പൊൻപത്തേലും നന്നായിട്ട് പ്രാർത്ഥിക്കാനും സാധിക്കേണ്ട അതുപോലെ ഞാൻ ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകുള്ളായിരുന്നു. ഇപ്പം ദിവസം തന്നെ പള്ളിയിൽ പോകും. എല്ലാ മാസത്തിൽ ഒരു പ്രാവശ്യം കുമ്പസാരിക്കും. എല്ലാ ദിവസവും പള്ളിയിലും പോകുന്നുണ്ട്. വീട്ടിൽ പ്രാർത്ഥനയാണെങ്കിലും നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്കും ഒരു ദിവസം ഒരു കൈ കോച്ചി പിടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഉറങ്ങാണ്ടിരുന്നിട്ട് ഞാൻ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങേര് വരികയില്ല, ഇവിടെ പ്രാർത്ഥനയൊന്നും പങ്കുകൊള്ളൂല. എന്നാലും എന്നോട് പറഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് വല്ലതും അറിഞ്ഞാൽ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞാനൊരു 3 മണിയായപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലെടുത്ത് പെരുട്ടി ഗർഭസ്ഥന മാതാവ് എൻ്റെ കൈയുടെ കോച്ചി ഇപ്പുറത്തൊന്ന് മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്നാണ് പറയണത്. പക്ഷേ ഇന്ന് വരെ പിന്നെ അതുണ്ടായിട്ടില്ല. അങ്ങനെ ജീവിത പങ്കാളി വിശ്വാസത്തിലേക്ക് ആഴപ്പെടാൻ സാധിച്ച്. പിന്നെ ഞാൻ 2021 ഉടമ്പടി എടുത്തിട്ട് രണ്ടാമത്തെ പുതുക്കാൻ വേണ്ടിയിട്ട് 2022 ഏപ്രിലിൽ പുതുക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്കത് ആ സമയത്ത് വരാൻ പറ്റില്ല. അന്നേരം ദുഃഖാഴ്ചകളായിരുന്നു. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയൊക്കെ ഞങ്ങളുടെ ഇടവപ്പള്ളി കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞ് അവിടെ പ്രസംഗത്തിൻ്റെ സമയത്ത് ഞാനിങ്ങനെ പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് വരാൻ പറ്റിയില്ലല്ലോ പുതുക്കാനായിട്ടൊന്ന്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഉണ്ണീശോൻ്റെ രൂപക്കൂടിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഉണ്ണീശോ ഇല്ല. അവിടെ കൃപാസനം മാതാവാണ് ഇരിക്കണത്. അപ്പം എനിക്ക് വിശ്വാസമായി അമ്മ ഇവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അമ്മനെ എനിക്കൊക്കെ കാണാനും പറ്റി. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതെല്ലാം